ഡെസിമൽ നമ്പേഴ്സ് രണ്ടെണ്ണം എങ്ങനെ മൾട്ടിപ്ലിക്കേഷൻ ചെയ്യാം, എങ്ങനെ മൾട്ടിപ്പിൾ ചെയ്യാം എന്നുള്ളതാണ് അടുത്ത ക്വസ്റ്റ്യൻ. ഇതൊന്ന് നോക്കാം. ഈ വാല്യൂസ് നോക്കുക. ഏതാണ് 2.2 ഇൻറ്റു 1.2. ഇതാണ് നമുക്ക് മൾട്ടിപ്പിൾ ചെയ്യാനുള്ള രണ്ട് നമ്പേഴ്സ്. അപ്പോൾ ഇത് പോയിൻ്റ് ഉള്ള നമ്പേഴ്സാണ്, ഡെസിമൽ നമ്പേഴ്സാണ്, അതുപോലെ ദശാംശ ഉള്ള നമ്പേഴ്സാണ്. അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കേണ്ടത്, ആദ്യം നമ്മൾ പോയിൻ്റ് എത്ര ഉണ്ടെന്നുള്ളത് നോക്കണ്ട. സാധാരണ നമ്പേഴ്സ് എങ്ങനെയാണ്, പോയിൻ്റ് ഇല്ലാണ്ട് നമ്മൾ അവരെങ്ങനെ എഴുതുക, 22 ഇൻറ്റു ഈ പോയിൻ്റ് ഇല്ലാണ്ടത് എങ്ങനെ എഴുതുക, 12. ഈ രണ്ട് നമ്പേഴ്സ് സാധാരണ നമുക്ക് മൾട്ടിപ്പിൾ ചെയ്യാൻ അറിയാലോ, അതുപോലെ സാധാരണ രീതിയിൽ മൾട്ടിപ്ലിക്കേഷൻ ചെയ്യാം. 2 ഇൻറ്റു 2 4, 2 ഇൻറ്റു 2 4. അത് കഴിഞ്ഞ് അടുത്തത് 1 ഇൻറ്റു 2, ഇവിടെ എഴുതരുത്, ഇവിടെ 0 ഇട്ടിട്ട് തൊട്ടടിയിൽ എഴുതണം 2. 1 ഇൻറ്റു 2 2. ഓക്കെ, ഇനി അത് തമ്മിൽ ആഡ് ചെയ്യാം. 4 6 2. അപ്പോൾ ഇത് നമുക്ക് ആൻസർ സാധാരണ നമ്പേഴ്സ് മൾട്ടിപ്പിൾ ചെയ്യുമ്പോൾ കിട്ടുന്ന ആൻസർ രൂപത്തിൽ കിട്ടി. ഇനി നമുക്ക് ആൻസറിൽ എന്ത് ചെയ്യണം, ഡെസിമൽ പോയിൻ്റ് കറക്റ്റ് ചെയ്യണം. പോയിൻ്റ് എവിടെ ഇടണം എന്ന് ശ്രദ്ധിക്കണം. അപ്പോൾ നോക്കുക, ഇവിടെ പോയിൻ്റ് കഴിഞ്ഞിട്ട് എത്ര പ്ലേസ് ഉണ്ട്, ഒരു പ്ലേസ് ഉണ്ട്. ഇവിടെ പോയിൻ്റ് കഴിഞ്ഞിട്ട് എത്ര പ്ലേസ് ഉണ്ട്, ഒരു പ്ലേസിൽ ഒരു നമ്പറാണ് കിടക്കണം, ഇവിടെ ഒരു നമ്പറാണ്. അപ്പോൾ മൊത്തം എത്ര പോയിൻ്റ് കഴിഞ്ഞിട്ട് എത്ര നമ്പർ വരണം, 2 നമ്പർ വരണം. പോയിൻ്റ് കഴിഞ്ഞിട്ട് 2 നമ്പർ വരണം. അപ്പോൾ നമുക്ക് 2 നമ്പർ കഴിഞ്ഞിട്ട് വേണം പോയിൻ്റ് ഇടാൻ. മനസ്സിലായില്ലേ? അപ്പോൾ നമ്മുടെ പോയിൻ്റ് എവിടെയാണ് വരിക, 2.64. പോയിൻ്റ് ഇടേണ്ടത് എങ്ങനെയാണ്, പോയിൻ്റ് കഴിഞ്ഞിട്ട് മൾട്ടിപ്പിൾ ചെയ്യാൻ തന്നിരിക്കുന്ന നമ്പറിൽ എത്ര പ്ലേസ് ഉണ്ടെന്ന് നോക്കുക, മറ്റേതിലും എത്ര ഉണ്ടെന്ന് നോക്കുക, രണ്ടും കൂടി ആഡ് ചെയ്യുക. അത് നമ്മുടെ ആൻസറിൽ എണ്ണി കറക്റ്റ് ചെയ്ത് ഇടുക, പോയിൻ്റ് ഇടുക. ഇങ്ങനെ എളുപ്പത്തിൽ നമുക്ക് ഡെസിമൽ നമ്പേഴ്സ് മൾട്ടിപ്പിൾ ചെയ്തിട്ട് പോയിൻ്റ് ഇടാൻ പറ്റും. മൾട്ടിപ്പിൾ ചെയ്യാനുള്ള അടുത്ത നമ്പർ നോക്കിയാൽ 1.0001 ഇൻറ്റു 5.00. ഇതാണ് നമ്മുടെ മൾട്ടിപ്ലിക്കേഷൻ ചെയ്യാനുള്ള നമ്പർ. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കുക, നമ്മുടെ വാല്യൂസ് എന്ന് പറയുന്നത് നമ്മൾ ഇത് അങ്ങനെ തന്നെ എടുത്ത് എഴുതുക, പോയിൻ്റ് ഇല്ലാത്ത രൂപത്തിൽ എഴുതുക. 10001 ഇൻറ്റു. ഓക്കെ, നെക്സ്റ്റ് 5.00 ആണ്. 5.00 എന്ന് വെച്ചാൽ എന്താ അർത്ഥം, 5 എന്നാണ് അർത്ഥം. 00 കഴിഞ്ഞിട്ട് വേറൊരു നമ്പർ വന്നാൽ മാത്രമേ നമ്മൾ ആ നമ്പറിന് വാല്യൂസ് കൊടുക്കുള്ളൂ. 0 ആണെങ്കിൽ അതിനെ നമ്മൾ ഒറ്റ നമ്പറായിട്ട് തന്നെ കൺസിഡർ ചെയ്യുന്നത്. ഇപ്പോൾ നമുക്ക് 6.00 എന്ന് വെച്ചാൽ എന്താ അർത്ഥം, 6. 7.00 എന്ന് വെച്ചാൽ എന്താ അർത്ഥം, 7. അതുപോലെ 5.00 എന്ന് വെച്ചാൽ എന്താ അർത്ഥം, 5 ആണ്. അപ്പോൾ നമ്മൾ 0.00 കാൽക്കുലേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ നമ്മൾ 5 എടുത്തു, എന്നിട്ട് നമ്മൾ മൾട്ടിപ്പിൾ ചെയ്യുക സാധാരണ രീതിയിൽ. 5 ഇൻറ്റു 1 5. പിന്നെ 0 കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്യുമ്പോൾ 0 തന്നെയാണ് വരിക. 5 ഇൻറ്റു 1 5. ഇതാണ് നമ്മുടെ ആൻസർ വരിക. ആ ആൻസറിൽ നമ്മൾ ഡെസിമൽ പോയിൻ്റ് ഇടണമല്ലോ. അപ്പോൾ ആദ്യത്തെ ഇതിൽ എത്ര ഉണ്ട്, 1 2 3 4. 4 നമ്പറിന് ശേഷമാണ് പോയിൻ്റ്. പിന്നത്തെ 00, ഇവിടെ ഇങ്ങനെ എത്ര 0 ഇട്ടാലും നമ്മുടെ വാല്യൂ എപ്പോഴും 5 ആണ്. അതുകൊണ്ട് ഈ പോയിൻ്റ് കഴിഞ്ഞുള്ള 0 നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നില്ല. ഇത് ഇപ്പുറത്ത് സീറോസിന് ശേഷം നമ്പർ വന്നതുകൊണ്ടാണ്, 0 അല്ലാത്തൊരു നമ്പർ ഉള്ളത് കൊണ്ടാണ് ഈ വാല്യൂവിന് പ്രാധാന്യം വന്നത്. അപ്പോൾ നമുക്ക് എത്ര നമ്പർ കഴിഞ്ഞിട്ട് വേണം പോയിൻ്റ് ഇടാൻ, 4 നമ്പർ വേണം. 1 2 3 4. അപ്പോൾ നമ്മുടെ ആൻസർ വരിക എങ്ങനെയാണ്, 5.0005. മനസ്സിലായല്ലോ എങ്ങനെയാണ് നമ്പേഴ്സ് മൾട്ടിപ്പിൾ ചെയ്ത് പോയിൻ്റ് ഇടുക എന്നുള്ളത്. ഇനി ഈ നമ്പർ ഒന്ന് മൾട്ടിപ്പിൾ ചെയ്യാൻ നോക്കാം നമുക്ക്. 1.1 ഇൻറ്റു 1.002. ഇതാണ് നമ്മുടെ നമ്പേഴ്സ്. മൾട്ടിപ്പിൾ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് എന്താ, ആദ്യം നമ്മൾ പോയിൻ്റ് ഇല്ലാണ്ടുള്ള നമ്പറാണ് ആദ്യം എഴുതുന്നത്. അപ്പോൾ നമ്മുടെ ആദ്യത്തെ നമ്പർ 11 ആയി, മറ്റേ നമ്പർ എന്തായി, 1002 ആയി. പോയിൻ്റ് ഇല്ലാണ്ട് എടുത്തെഴുതി. ഇനി നമ്മൾ മൾട്ടിപ്പിൾ ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ഞാൻ ആദ്യം വലിയ നമ്പറാണ് ഇടുന്നത്, മൾട്ടിപ്ലിക്കേഷനിൽ ആദ്യം ഇടുന്നത്, ഇൻറ്റു, പിന്നെ 11 ആണ് ഇട്ടത്. എന്നിട്ട് നമ്മൾ മൾട്ടിപ്പിൾ ചെയ്യാണ് 1 ഇൻറ്റു 2. ഇതുകൊണ്ട് ആദ്യം എല്ലാത്തിനും ചെയ്യാം. 1 ഇൻറ്റു 0, 1 ഇൻറ്റു 0, 1 ഇൻറ്റു 1. അതുപോലെ തന്നെ വീണ്ടും ഈ 1 കൊണ്ട് ഇതിനെല്ലാത്തിനും ചെയ്യാം. അപ്പോൾ ആദ്യത്തേൽ എഴുതരുത്, 0 എഴുതണം. 1 ഇൻറ്റു 2, തൊട്ടടുത്തേൽ എഴുതണം 1 ഇൻറ്റു 0, 1 ഇൻറ്റു 0, 1 ഇൻറ്റു 1. എന്നിട്ട് നമ്മൾ ഇവർ തമ്മിൽ ആഡ് ചെയ്യാം. 2 2 0 1 1. ഇതാണ് നമ്മുടെ ആൻസർ വരുന്നത്. 11022 ആണ് നമ്മുടെ ആൻസർ. പക്ഷെ നമുക്ക് പോയിൻ്റ് ഇടണമല്ലോ ഇനി. അപ്പോൾ ആദ്യം നോക്കുമ്പോൾ നമുക്ക് ഒരു പ്ലേസ്, ഒരു വാല്യൂ കഴിഞ്ഞിട്ടാണ് പോയിൻ്റ് വന്നിരിക്കുന്നത്. അപ്പോൾ അവിടെ 1, ഇവിടെ 1 2 3, ഇവിടെ 3 ഉണ്ട്. അപ്പോൾ മൊത്തം 4 എണ്ണമായി. അപ്പോൾ നമുക്ക് 4 നമ്പർ മാറ്റിയിട്ട് വേണം പോയിൻ്റ് ഇടാൻ. 1 2 3 4. അപ്പോൾ നമ്മുടെ പോയിൻ്റ് എവിടെയാണ് വരിക, 1.1022. ഇതാണ് നമ്മുടെ ആൻസർ വരിക. അപ്പോൾ എങ്ങനെയാണ് ഡെസിമൽ നമ്പേഴ്സ് മൾട്ടിപ്പിൾ ചെയ്യുക, എങ്ങനെയാണ് പോയിൻ്റ് ഇടുക ആൻസറിൽ എന്നുള്ളത് മനസ്സിലായില്ല എല്ലാവർക്കും.